ഞാനിന്ന് പറയാൻ പോണത് ഞാൻ പണ്ട് തൊട്ട് ഉപയോഗിച്ച ഫോണുകളെക്കുറിച്ചുള്ളൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ഫോണുകളൊക്കെ എങ്ങനെയാണ്, എന്താണ്, ഏതൊക്കെ ഫോണുകളാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം തുടക്കം മുതൽ അവസാനം വരെ കാണണം. അവസാനം കാണുന്നവർക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ഫോണ് ഈ ഫോണാണ്. ചൈനേൻ്റെ ഫോണ്. ഇതിൻ്റെ പേര് GB എന്നുള്ള ഫോണാണ്. പേര് പോലെ തന്നെ ഇത് അത്യാവശ്യം നല്ലൊരു സാധനം തന്നെയാണ്, കുഴപ്പമില്ല. കുറേ നാളിത് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഫോണ്. അന്ന് മേടിച്ചപ്പോൾ എത്ര 800 ചില്ലറ രൂപയ്ക്കെങ്ങാണ്ട് മേടിച്ച ഫോണാണ് ഈ ഫോണ്. ഇപ്പോഴും ഒരു കുഴപ്പമില്ല. പക്ഷേങ്കിൽ ഇപ്പോൾ ബാറ്ററി ഇട്ടിട്ടുണ്ടെങ്കിൽ ഫോണിൻ്റെ തെളിയില്ല. ഫോണ് മൊത്തത്തിൽ ബോർഡ് അടിച്ചു പോയതാ, കണ്ടോ? ഇതുപോലെ വൈറ്റ് സ്ക്രീൻ വന്നിട്ട് ബ്ലിങ്കായി നിൽക്കും. ഇതാണ് പ്രശ്നം. ഫോൺ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ വൈറ്റ് സ്ക്രീനാണ്. ഫുള്ള് വൈറ്റ് സ്ക്രീൻ വന്നിട്ട് പോയി. അത് എൻ്റെ കയ്യിലിരിപ്പിൻ്റെ ഗുണം കൊണ്ട് തന്നെയാണ് ഈ ഫോൺ നാശമാകാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫോണിൻ്റെ ചാർജർ ചെയ്യുന്ന ചാർജറിൻ്റെ കണക്ടറിൻ്റെ അവിടെ ഞാൻ വേറൊരു കണക്ടർ തലതിരിച്ച് കൊടുത്തു. അങ്ങനെ ഫോൺ അടിച്ചു പോയതാണ്. ഇപ്പോൾ ഈ ഫോണിങ്ങനെ ഓണാവുന്നൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ ഇത് വൈറ്റ് സ്ക്രീനായിട്ട് നിൽക്കുകയാണ്. വേറെ യാതൊരു വിധ ഓണായല്ലോ, സൗണ്ടും കേൾക്കാം. ഇതിപ്പോഴും വർക്കിംഗ് കേട്ടോ. ഇത് കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു ഇതൊക്കെ ചത്തുപോയിന്ന്. ഇതിനൊരു കുഴപ്പമില്ല കേട്ടോ. പണ്ടത്തെ നൊസ്റ്റാൾജിക് ആയിട്ടാ. ഇതിനകത്ത് ഈ മറ്റേ നെറ്റൊക്കെ കിട്ടും, ഇതിനകത്ത് ഇൻ്റർനെറ്റൊക്കെ കിട്ടും, ഗൂഗിളൊക്കെ കിട്ടും നമുക്ക്. പണ്ടത്തെ അടിപൊളിയായിരുന്നു ഈ സാധനം. ഒരു കാലത്ത് ഇത് വെച്ചിട്ടുള്ള കളിയാണല്ലോ, ബ്ലൂടൂത്തിൽ കൂടെ ഉള്ള പരിപാടികൾ. അതൊക്കെ ഒരു വല്ലാത്തൊരു കാലമായിരുന്നു. ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ഫോൺ മെമ്മറി. എത്ര 1 KB മറ്റങ്ങാണ്ടേ ഉള്ളൂ ഇതിൻ്റെ കപ്പാസിറ്റി. ഇത് വർക്ക് ചെയ്യുന്നുണ്ട് സാധനം. ഞാൻ വിചാരിച്ചത് വർക്ക് ചെയ്യുന്നില്ല എന്നാ. എന്തായാലും കുഴപ്പമില്ല, കൊള്ളാം. എന്തായാലും ഒരെണ്ണമെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരെണ്ണം കിട്ടി. എത്ര നാൾ ഉപയോഗിച്ച ഫോണാണെന്നറിയുന്നത്. അമ്മേനോട് കരഞ്ഞ് മേടിച്ച ഫോണാണ് ഈ ഫോണ്. അപ്പം ഇതിന്ന് അഴിച്ചതിൻ്റെ ഉൾഭാഗം നമുക്കൊന്ന് കാണാം കേട്ടോ. ഈ ബാറ്ററി ഇപ്പോഴും ഒരു കുഴപ്പമില്ല, പുത്തമ്പുത് ബാറ്ററിയാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ട്, ഇങ്ങനത്തെ ബാറ്ററിയൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ കൊറിയറായിട്ട് അങ്ങനെ അയച്ചു തരാം. ഫ്രീ ആയിട്ട് കൊറിയർ ചാർജ് നിങ്ങൾ കൊടുത്താൽ മതി, ഫ്രീ ആയിട്ട് തന്നെ അയച്ചു തരാം. എനിക്കെന്തായാലും ഈ ബാറ്ററീൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി പണ്ട് ആവശ്യമുണ്ടായിരുന്നു, ഇതുപോലുള്ള ഫോണുകളായിരുന്നല്ലോ കയ്യിൽ. ബാറ്ററി ഒരുപാട് ആവശ്യം വന്നിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് വാങ്ങിയ സാധനമാണിത്, ഈ ഫോണ്. ഇത് മൈക്രോമാക്സിൻ്റെ ബോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫോണാണ്. ഈ ഫോൺ എൻ്റെ പൊന്നോ, ഒരു കാലത്ത് ഞാൻ ഈ ഫോൺ ഉപയോഗിച്ചിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടുത്തു പോയിട്ടുണ്ട്. എന്താ പറയുക, എങ്ങനെയെങ്കിലും ആരെ കൊന്നിട്ടെങ്കിലും വേറൊരു നല്ല ഫോൺ മേടിക്കണം എന്നുള്ളൊരു ചിന്ത ഈ ഫോണും കൊണ്ടാണ്. ഈ ഫോണും കൊണ്ട് മറ്റൊരു ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കഴിഞ്ഞ് പിന്നീട് മേടിച്ച ഫോണുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത വെറുക്കുന്നതായിട്ടുള്ള ഒരൊറ്റ ഫോൺ ഈ ഫോൺ മാത്രമേ ഉള്ളൂ, മൈക്രോമാക്സ് ബോൾട്ട്. ഇത് ഉപയോഗിച്ചവർക്ക് ശരിക്കും അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് പ്ലേ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സെൻഡ് ചെയ്യണമെങ്കിലോ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒന്നുമില്ല, ഒരു വാട്സാപ്പിൽ കയറണമെങ്കിൽ പോലും കൂടെ ഒരു 1.5 മണിക്കൂർ ഇത് ഓപ്പൺ ആകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ടൈമിൻ്റെ ഡിലേ ഉണ്ട്. ഒരിക്കലും സഹിക്കാൻ പറ്റില്ലാത്തൊരു ഇതാണ്. പറ്റൂല, നമ്മളെ കൊണ്ട് കല്ലി പിടിച്ചിട്ട് ഞാൻ എറിഞ്ഞു പൊട്ടിക്കാൻ വരെ നോക്കിയിട്ടുണ്ട് ഈ സമയം. പക്ഷേ ഇത് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, വേറെ കിട്ടൂലാത്തതുകൊണ്ട് പിന്നെ പൊട്ടിക്കാൻ നിന്നിട്ടില്ല. അങ്ങനെയൊക്കെ വെച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഇതൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഈ ഫോണിന് ഉപയോഗിച്ച ബാറ്ററി നിങ്ങൾക്ക് കാണണം. ഇത് ഈ ബാറ്ററിയാണ് ഞാൻ ഈ ഫോണിന് ഉപയോഗിച്ചത്. ഈ ബാറ്ററി ഇങ്ങനെ തള്ളി വെച്ചിട്ട് ഇവിടെ വേറെ കടലാസ് വെക്കും. കടലാസ് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് ഈ സാധനം ഉപയോഗിച്ചത്. ഇതിപ്പോൾ ഓണാകുമോ എന്ന് എനിക്കറിയില്ല. ഓണാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്.
നോക്കി നോക്കാം നമുക്ക്. ഓണാവില്ല, ഇത് പോയതാ. അപ്പോൾ ഇങ്ങനെയൊരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. ഇനി അടുത്ത ഫോൺ ഞാൻ കാണിച്ചുതരാം. അത് കഴിഞ്ഞിട്ട് മേടിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഒരെണ്ണം മേടിച്ചായിരുന്നു. ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഫോൺ ചാർജ് ഇങ്ങനെ തീർന്നു പോകുന്നൊരു കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറൊരു ഫോൺ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്ന ഫോണാണ്, കട്ടപ്പെട്ടി. ഈ സാധനം ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മോഡല് 6030, നോക്കിയ 6030 മോഡലാണ് ഈ സാധനം. ഈ സാധനം ഉണ്ടല്ലോ, ബസ്സിൻ്റെ അടിയിൽ കയറിയിട്ട് പോലും കൂടെ ഒന്നും പറ്റാതെ ഇതുപോലെ നല്ല ചുണക്കുട്ടി പോലെ ഇരിക്കുന്നുണ്ടല്ലോ ഈ സാധനം. ഇത് ഒരു വട്ടം ബസ്സിൻ്റെ അടിയിൽ കയറിയതായി ഈ ഫോണ്. ഒരു വട്ടം ബസ്സിൻ്റെ അടിയിൽ കയറിയിട്ട് അങ്ങനെയാണ് ഈ സാധനം പൊട്ടിപ്പോയത്. ഇതിൻ്റെ ബാക്ക് കവർ പൊട്ടിപ്പോയത് അങ്ങനെയാണ്. എന്നിട്ട് ഇത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നല്ല ക്വാളിറ്റി സാധനം ഇതുണ്ടാവും. ഇതൊന്നും ആവില്ല. ഞാൻ അത്യാവശ്യം നല്ല ബലത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നത്, പക്ഷെ പൊട്ടൂല ഇത് അത്രയും ക്വാളിറ്റി ഉണ്ട് ഈ സാധനത്തിന്. നല്ല സാധനം, നല്ല ഫോൺ. ഇത് ഇപ്പോഴും വർക്ക് ചെയ്യും. ഇൻ്റർനെറ്റും വർക്ക് ചെയ്യും, കോൾ ചെയ്യാനും പറ്റും. എല്ലാ സ്വിച്ചും വർക്കിംഗ് ആണ്. കോൾ ചെയ്യാനും പറ്റും, കോൾ എടുക്കാനും പറ്റും, സംസാരിക്കാനും പറ്റും. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട് ഈ ഫോൺ. ഈ നോക്കിയാന്നൊക്കെ എഴുതി കാണിച്ചിട്ട് ഇങ്ങനെ കൂടു എന്നൊക്കെ വരുമല്ലോ, അതൊക്കെ അത്യാവശ്യം നല്ല സൗണ്ടിൽ തന്നെ കേൾക്കുക. ഇതാണ് അതിൻ്റെ ഒറ്റൊരു സ്പീക്കർ. എത്ര ചെറിയ സ്പീക്കറാന്ന് കണ്ടോ? ചെറിയ സ്പീക്കറാണെങ്കിൽ ഒട്ടുക്കത്തെ സൗണ്ടാണ് സാധനത്തിന്. പണ്ട് ഈ ഗ്ലാസ് ആണെങ്കിൽ പോയിട്ട് ഞാൻ പശ വെച്ച് ഒട്ടിച്ച CPVCൻ്റെ പശ വെച്ച് ഒട്ടിച്ചത്. അയ്യോ, നല്ല സ്വിച്ച്, എല്ലാ സ്വിച്ചും വർക്ക് ചെയ്യും. നല്ല നല്ല കണ്ടീഷനാണ് ഇപ്പോഴും. ഇട്ട് കഴിഞ്ഞാൽ ബാറ്ററിയിൽ ചാർജ് കുറവാണ്, വർക്ക് ചെയ്യാമെന്നറിയില്ല, നമുക്ക് നോക്കാം. പിന്നെ ഇത് ഓണാക്കുന്നതിൻ്റെ മേലെ ഭാഗത്തായിട്ടാണ്. ഓൺ ഓഫ് സ്വിച്ച് മേലെയാണ്, സ്വിച്ച് ഓഫും സ്വിച്ച് ഓണും മേലെയാണ്. ഓണായി. ഇത് വൈറ്റ് സ്ക്രീൻ. ഓണായി. ഇതിനകത്ത് കണ്ടോ ഇൻസേർട്ട് സിം കാർഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് പക്കാ വർക്കിങ്ങാണ്. കണ്ടില്ലേ? കണ്ടോ? സിം കാർഡിൻ്റെ ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലൂടെ ചെറുതായിട്ട് ഞാൻ പറഞ്ഞല്ലോ ബസ്സിൻ്റെ അടിയിൽ കയറിയെന്ന് ഫോണ്, അങ്ങനെ പറ്റിയതാണ്. ചെറിയൊരു മൈന്യൂട്ടായിട്ടൊരു ഇത് വന്നത്, ഡിസ്പ്ലേയിലൊരു കളർ വന്നത് ചെറുതായിട്ട്. ഇത് വണ്ടീൻ്റെ അടിയിൽ കയറുന്നതാണ്. ബാക്കി സിം ഇട്ട് കഴിഞ്ഞാൽ ബാക്കി സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞൊരു സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. ഇത് ആർക്കേലും വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോഴും നല്ല പക്കാ വർക്കിംഗ് ആണ് ഈ സാധനം. ഇത് ആർക്കേലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഞാനിത് ഫ്രീ ആയിട്ട് കൊറിയറായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ വേണ്ടവർ മാത്രം, ആദ്യം മെസ്സേജ് അയക്കുന്ന ആൾക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ. 6030 എന്ന് പറഞ്ഞിട്ട് വേണം കമൻറ്റ് അയക്കാൻ. നോക്കിയ 6030 അങ്ങനെ കമൻ്റായിട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഫോണ് നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ കൊറിയർ അഡ്രസ്സും ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം, അതായത് ഈ യൂട്യൂബിൽ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഉണ്ട്. അപ്പോൾ ആ ലിങ്കിൽ കയറിയിട്ട് ഫേസ്ബുക്ക് ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്ക് മാത്രമേ കിട്ടുള്ളൂ. സബ്സ്ക്രൈബും ചെയ്യണം, അതേപോലെ തന്നെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അത് ഫോളോ ചെയ്യണം. ആ പേജ്, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ 3ൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ടിൽ വന്നിട്ട് മെസ്സേജ് ആയിട്ട് അയയ്ക്കുക. ഈ സ്ക്രീൻഷോട്ട് മെസ്സേജ് അയച്ചതിന് ശേഷം ഞാനത് കണ്ട് അത് വെരിഫൈ ചെയ്തതിന് ശേഷം ഇത് 3ൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എനിക്ക് മെസ്സേജ് ആയിട്ട് അയക്കുക. അതേപോലെ പിന്നെ അടുത്തൊരു ഫോണാണ് ഈ ഫോൺ. ഇത് ഷൗമി റെഡ്മീൻ്റെ നോട്ട് 3 ആണ്. നോട്ട് 3
നോട്ട് 7 പ്രോ അല്ല, റെഡ്മീൻ്റെ റെഡ്മി ഷൗമീൻ്റെ നോട്ട് 3 എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിലുള്ള ഫോണാണ് ഈ ഫോൺ. പഴയ ഫോണാണ്, 2015 സംതിങ്ങിൽ ഇറങ്ങിയ സാധനമാണിത്. 2015-16 ഇറങ്ങിയ സാധനമാണ് ഈ സാധനം. അന്നത്തെ നരിക്കുട്ടിയായിരുന്നു ഇത്. ഈ ഫോൺ എന്തോരം ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം. ഇതിൻ്റെ വേറെ സൂത്രം ഞാൻ കാണിച്ചുതരാം. ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി ഉണ്ടോ ഇപ്പോഴും അതേപോലെ തന്നെ, ഒരു പോറലോ ഒരു പൊട്ടലോ ഒന്നുമില്ല. കടയിൽ നിന്ന് എങ്ങനെ കിട്ടുമോ അതുപോലെ തന്നെ, ഒരു മാറ്റമില്ല ഈ സാധനം. പക്ഷേ ഈ ഫോണിൻ്റെ വേറൊരു കഥയുണ്ട്. ഈ ഫോണ് ഞാനുണ്ടല്ലോ നന്നാക്കി ഇതിൻ്റെ ബേക്കിലത്തെ ഇവിടുത്തെ ബാറ്ററി ഉണ്ടല്ലോ, ഈ ബാറ്ററി 3 പ്രാവശ്യം ഈ ബാറ്ററി ഞാൻ മാറ്റിയതാണ്. 3 പ്രാവശ്യം ഇത് പൊള്ളച്ച് നാശമായിപ്പോയി. ഇത് ഓണാവത്തില്ല, മൊത്തം നാശമായിപ്പോയി, നശിച്ചു പോയി സാധനം, ഓണാവത്തില്ല. പിന്നെ ഇതിൻ്റെ കുറച്ച് ഇതിന് വേറെന്താ കംപ്ലൈൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേ, അതായത് ക്ലിയർ ആവുന്നുണ്ടോ നോക്കട്ടെ. അതായത് ഇതിൻ്റെ ഉൾഭാഗത്ത് മദർ ബോർഡ് ഫുള്ള് പൂപ്പലെടുത്ത് നാശമായിപ്പോയി. അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധനം മൊത്തം കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പോൾ ഇതിന് വർക്ക് ചെയ്യത്തൊന്നുമില്ല. ഇതിൻ്റെ കാലാവധി കഴിഞ്ഞു. ഇത് നാശമായി പോയതിന് ശേഷമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്നുണ്ടല്ലോ ഈ ഫോൺ മേടിക്കുന്നത്. 2019 മേടിച്ച ഫോണാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന റെഡ്മി നോട്ട് 7 പ്രോ എന്നുള്ള ഫോൺ. അത് ഈ 2025 ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ഈ അപ്ലോഡ് ചെയ്യുന്നോടം വരെ എൻ്റെ ഫോണിന് ഇതുവരെ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. പിന്നെ ചെറിയ ഇഷ്യൂ വന്നിട്ടുണ്ടെന്ന് മാത്രം. അത് ഈ ഫാസ്റ്റ് ചാർജ് 30 വാട്ടിൻ്റെയോ 38 വാട്ടിൻ്റെ എങ്ങാണ്ട് പിന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതെന്ത് ചെയ്തു, ഈ ചാർജ് പിന്നിട്ട് നിൽക്കുന്നില്ല. ഫോണിൽ കയറ്റുന്ന ചാർജ് പെട്ടെന്ന് പോവുക, ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചാർജ് തീർന്നു പോവുക, അങ്ങനെയൊക്കെയുള്ള ഓരോ ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഒരു ചെറിയൊരു ബോർഡെങ്ങാണ്ടുണ്ട്, ആ ബോർഡ് മാറ്റിയപ്പോൾ റെഡിയായി. അങ്ങനെയുള്ള ചെറിയ ഇഷ്യൂ, അതെൻ്റെ കയ്യിലിരിപ്പിൻ്റെ ഗുണം കൊണ്ട് തന്നെ അങ്ങനെ ഓരോരോ കംപ്ലൈൻറ്റ് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും ഈ ഫോണിന്, ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണിന് കാര്യമായിട്ട് നടന്നിട്ടില്ല. പക്ഷേ ഈ ഫോൺ കൊണ്ട് നടത്തണ്ടല്ലോ, ഒരു ഫോൺ കൊണ്ട് ഞാൻ നടന്നിട്ടില്ല. എൻ്റെ കയ്യിൽ എത്ര രൂപ പോയിട്ടുണ്ടെന്ന് അറിയാം. ഇതിന് തന്നെ ഏകദേശം ഒരു 5000 രൂപേൻ്റെ മേലെ പോയിട്ടുണ്ട് ഈ ഫോൺ നന്നാക്കി തന്നെ. ഓരോരോ അവസ്ഥകളെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാം ഈ ഫോൺ കൊണ്ട് നടന്നിട്ട്. ഇതിനകത്ത് അതേപോലെ തന്നെ മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ടുണ്ട്. മെമ്മറി കാർഡ് ഇടാൻ പറ്റും, പക്ഷേങ്കിൽ മെമ്മറി കാർഡ് നമുക്ക് ഈ ഫോണിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെ മെമ്മറി കാർഡ് ഇല്ലാതെ 32 GB ആ ഒരു സ്റ്റോറേജിൽ ഞാൻ എന്തെല്ലാം കളിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടെന്നറിയോ. എടുക്കുന്ന എത്ര നല്ല ഫോട്ടോകൾ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നറിയോ. ഈ ഒരു ഊമ്പിയ ഫോണ് എന്ത് ചെയ്യാനോ, അതൊക്കെ ഒരു കാലം. പിന്നെ ലാസ്റ്റത്തെ ഫോണാണ് നോക്കിയേൻ്റെ തന്നെ ഫോൺ. ഇത് വർക്ക് ചെയ്യില്ല, ഇത് ഞാൻ ആർക്കും കൊടുക്കത്തുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് വർക്ക് ചെയ്യാത്ത സാധനമാണ്, മൊത്തത്തിൽ നാശമായിപ്പോയി. ഇത് എടുക്കാൻ കുറച്ച് പണിയാണ്. ഇത് മൊത്തം നാശമായി, കണ്ടാൽ നല്ല പുതിയതാണെന്നൊക്കെ തോന്നുന്നു, പക്ഷേ സാധനം നാശമായി പോയി. നമുക്കൊന്ന് ചാർജ് കണക്ട് ചെയ്ത് നോക്കാം, ഒന്ന് വർക്ക് ചെയ്യുമോ ഇല്ല നോക്കാം. ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ല ഫോണായിരുന്നു. ഇതെൻ്റെ അല്ല, ഇത് ചേച്ചീൻ്റെ ഫോണായിരുന്നു ഈ ഫോൺ. അവൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണാണിത്. അത് വർക്കില്ല, അത് പോയി, നാശമായി. പിന്നെ വേറെ നമുക്കൊരു ജിയോ ഫോണും കൂടെ ഉണ്ടായിരുന്നു, ആ ഫോണ് നാശമായി പോയതാണ്. ഇല്ലായിരുന്നു, അതുകൂടെ കാണിച്ചു തരുന്നത്. അതെൻ്റെ ഫോണായിരുന്നു. അതൊക്കെ ഇതിനിടയ്ക്ക് മേടിച്ച ഫോണുകളാണ്. 2013 തൊട്ടിട്ട് 2018 വരെ ഉപയോഗിച്ചിട്ടുള്ള ഫോണുകളാണ്. അതായത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഫോണുകളാണ് ഈ അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. ഇതിൻ്റെ പാർട്ട് 2 ഉണ്ടാവും. പാർട്ട് 2 എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോരോ ഫോണുകളും നമ്മൾ അയച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും.
എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.